തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ KSRTC ഡ്രൈവറുമായുള്ള തർക്കം, അതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രംഗത്ത് വന്നത് നാം കണ്ടതാണ്. ആര്യ രാജേന്ദ്രൻ എന്തോ തെറ്റ് ചെയ്തു, ആര്യ രാജേന്ദ്രൻ ചെയ്തത് പൂർണ്ണമായി തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ഡ്രൈവർ കാണിച്ച അശ്ലീല ആംഗ്യം, അതിനെതിരെ നടത്തിയ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിൽ വന്ന ചെറിയൊരു പാളിച്ച എന്ന് വെച്ചാൽ KSRTC ബസ്സിന് മുന്നിൽ കാർ നിർത്തി എന്ന് പറഞ്ഞ ആ പാളിച്ചയെ മാത്രം ഉയർത്തിക്കാട്ടി അത് വലിയ സംഭവമാക്കി മാറ്റി ഈ KSRTC ഡ്രൈവറുടെ അശ്ലീല ആംഗ്യത്തെ ലഘൂകരിച്ച് കാണിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണം കേരളത്തിൽ കണ്ടതാണ്. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി തിരുവനന്തപുരം മേയറായി വന്നപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് പകരം അവർക്കെതിരെ നിരന്തരം പ്രചാരണം നടത്തി, സൈബർ ആക്രമണം നടത്തി തളർത്തുക എന്ന രീതിയാണ് എപ്പോഴും സൈബർ ലോകത്ത് നിന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും വലിയ തോതിൽ പ്രചാരണം അഴിച്ചുവിടുന്നു തിരുവനന്തപുരം മേയർക്കെതിരെ. ഈ അടുത്ത ദിവസം ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും മൂന്നാർ വഴി വട്ടവട വരെ ഒരു യാത്ര നടത്തി. അഭിമന്യുവിൻ്റെ വീട്ടിൽ, രക്തസാക്ഷി അഭിമന്യുവിൻ്റെ വീട്ടിൽ പോവുക എന്നതാണ് ആ യാത്രയുടെ ലക്ഷ്യം. എന്നാൽ അതിനെപ്പോലും വളച്ചൊടിച്ച് ഇതാ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നു, സുഖവാസത്തിന് പോയിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത നൽകാനാണ് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായത്. അതും വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അട്ടപ്പാടിയിൽ പോയതിനെക്കുറിച്ച്, അഭിമന്യുവിൻ്റെ വീട് സന്ദർശനത്തെക്കുറിച്ച് ആ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ വന്ന ഒരു കമൻറ്റ്, ആ കമൻറ്റിന് ഉള്ള മറുപടിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റും അതിന് ആര്യ രാജേന്ദ്രൻ കൊടുത്ത മറുപടി നമുക്ക് കാണാം. ആര്യ രാജേന്ദ്രൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ മുകളിൽ നിൽക്കുമ്പോഴാണ് സഖാവ് അനൂപേട്ടൻ വിളിക്കുന്നത്. ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ അങ്ങേ തലക്കലെ ശബ്ദം ഒട്ടും അപരിചിതമല്ലായിരുന്നു. പ്രിയങ്കരനായ സഖാവ് അഭിമന്യുവിൻ്റെ അമ്മ ആയിരുന്നു അത്. കുഞ്ഞിൻ്റെ വിവരങ്ങൾ ചോദിക്കാനാണ് എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞത്. ദുവ ജനിച്ച ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞാൽ ഉടൻ വരുമെന്ന് അമ്മക്ക് ഉറപ്പ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി അമ്മയെ കണ്ടു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ദുബായിക്കും യാതൊരു അപരിചിതത്വവും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് അമ്മയോട് കൂട്ടായി. വീണ്ടും വരാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഇതായിരുന്നു പോസ്റ്റ്. അതിന് താഴെ അഭിമന്യുവിൻ്റെ വീട്ടിലെ അമ്മയുടെ കൂടെ ദുവ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. അത് താഴെ വന്ന ഒരു കമൻ്റാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മേയർ വാങ്ങുന്ന ശമ്പളത്തിന് പാർട്ടിയോട് മാത്രം നന്ദി, ജനങ്ങളോട് ഒരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻറ്റ്. ആ കമൻറ്റിന് താഴെ മേയർ ആര്യ രാജേന്ദ്രൻ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഇത്: പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തന്നെയാണ് ജനപ്രതിനിധി ആയത്. ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളാണ് എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് സഹോദര. അതുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞ് ആറാം ദിവസം ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ട നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പ്രസവാനന്തരം 15-ാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്നു തുടങ്ങിയത്. തിരുവനന്തപുരം നഗരസഭ തുടർച്ചയായി മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം വാങ്ങുന്നത്, കേരളത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭ ആയത്, സ്മാർട്ട് സിറ്റി 2ാം ഘട്ടത്തിലേക്ക് ഈ നഗരത്തെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഒന്നാമതായി തന്നെ മുന്നേറുന്നത് സഹിക്കാത്തവർ ഓരോന്ന് പറയുമ്പോൾ പേടിക്കാനോ വിഷമിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് എൻ്റെ നഗരത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയാം. വിമർശനം നല്ലതാണ്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. ഇതാണ് ആര്യ രാജേന്ദ്രൻ പ്രസവിച്ച ശേഷം 6ാം ദിവസം ഫയൽ നോക്കുന്ന ചിത്രങ്ങളും വാർത്തകളും ഒക്കെ അന്ന് വന്നതാണ്. എല്ലാ വാർത്തകളും എല്ലാ മാധ്യമങ്ങളും അത് നൽകിയതാണ്. അതിനുശേഷം 15-ാം ദിവസം പൊതുപരിപാടികൾ പങ്കെടുത്തതിനെക്കുറിച്ചും വാർത്തകൾ വന്നിരുന്നു. സാധാരണ സിസേറിയൻ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് 6ാം ദിവസം നഗരസഭയുടെ ഫയലുകൾ നോക്കുക, അതേപോലെ തന്നെ 15-ാം ദിവസം പൊതുപരിപാടിയിൽ പങ്കെടുക്കുക, കുട്ടിയുമായി ഓഫീസിൽ വരിക, ഇതൊക്കെ നാം കണ്ടതാണ്. എല്ലാം വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ജനങ്ങളോടൊപ്പം നഗരസഭയോടൊപ്പം നിൽക്കുന്ന ആളാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നടന്ന ബൈ ഇലക്ഷനിലൊക്കെ വീണ്ടും LDF സ്ഥാനാർത്ഥി ജയിച്ചു വന്നതൊക്കെ. അതൊക്കെ വാർത്തകളുണ്ട്, അതൊക്കെ സത്യവുമാണ്. അങ്ങനെ നഗരസഭയോടൊപ്പം നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിരന്തരമായി സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു. ഇത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ആര്യ രാജേന്ദ്രൻ കൊടുത്ത ഈ മറുപടി ഉണ്ട്. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ്റെ പോസ്റ്റും അതിൽ താഴെ വന്ന കമൻറ്റും ആ കമൻറ്റിന് കൊടുത്ത മറുപടിയും
ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. നാളെ മുഖ്യധാരാ മാധ്യമങ്ങളിലും അത് വാർത്ത വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത്രമാത്രം സൈബർ ആക്രമണം നേരിടുന്ന ഒരു മേയർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. അത്രമാത്രം ഹെയ്റ്റ് ക്യാമ്പയിനാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ, ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയർ സ്ഥാനത്തേക്ക് ഇത്രയും വലിയ പദവിയിലേക്ക് വന്നതിൻ്റെ കുശുമ്പും അസൂയമാണോ, എന്താണ് എന്നറിയില്ല. പക്ഷേ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയായി ആര്യ രാജേന്ദ്രൻ മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഏതായാലും മലയാളത്തിൻ്റെ മനസ്സിന് വലിയൊരു കളങ്കമായി അത് മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എന്നിരുന്നാലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് മേയർ ആര്യ രാജേന്ദ്രനെ നന്നായി അറിയാം എന്ന ആത്മവിശ്വാസത്തിലാണ് മേയർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം നഗരസഭ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അതൊക്കെ ഈ മറുപടിയിൽ കൃത്യമായും എണ്ണി പറയുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ നേടിയത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചത്. 1ാം ഘട്ടം കൃത്യമായും കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് പൂർത്തിയാക്കിയത് കൊണ്ടാണ് 2ാം ഘട്ടത്തിന് അനുമതി കിട്ടുകയും പണം അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ വലിയ തോതിൽ മാറ്റം തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് കാണാതിരിക്കുന്നുമില്ല. പെട്ടെന്ന് പണി തീർക്കേണ്ടതായിരുന്നു, പണി നീണ്ടുപോയതിൻ്റെ കുറവുണ്ട്, അങ്ങനെയുള്ള പോരായ്മകളുണ്ട്. അതൊരു വ്യക്തിയുടെ കുറവല്ല, അത് സാഹചര്യമാണ്. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ജനങ്ങൾ. പക്ഷേ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്, നഗരത്തിലെ റോഡ് പണിയൊന്നും പൂർത്തിയാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നിരുന്നാലും ഇത്രമാത്രം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ മേയർക്കെതിരെ ഉയർന്നു വരേണ്ടതുണ്ടോ എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.